ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8 സൈൻസ് ദാറ്റ് യു ആർ എ ഇമ്മച്വർ പേഴ്സൺ. ആക്ച്വലി എന്താണ് ഈ മെച്വേർഡ് പേഴ്സൺ, എന്താണ് ഇമ്മച്വേർഡ് പേഴ്സൺ? നമ്മൾ പറയാറുണ്ട് പ്രായം കൂടിയവർക്ക് നല്ല മെച്വേർഡ് ആയിരിക്കും, പ്രായം കുറഞ്ഞവർ ഇമ്മച്വർ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പ്രായത്തിലല്ല മെച്യൂരിറ്റി നമ്മൾ അളക്കുന്നത്, ഒരാളുടെ പെരുമാറ്റത്തിലും അയാളുടെ ഒരു ക്യാരക്ടറിലുമാണ് നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം മെച്വേർഡ് ആണ് അയാളെന്ന്. അല്ലാത്ത പക്ഷം നമ്മൾ പറയാറുണ്ടല്ലോ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, അത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. നമ്മളുടെ മെച്യൂരിറ്റി ഒരിക്കലും നമ്മളുടെ പ്രായവുമായിട്ട് ഒരിക്കലും അളക്കരുത്. ഈ മെച്യൂരിറ്റി ശരിക്കും നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കും, നമ്മൾ ആ ഒരു പ്രോബ്ലം വന്ന ആ പ്രോബ്ലത്തെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപഴകുന്നു, അതിലൊക്കെയാണ് നമ്മുടെ മെച്യൂരിറ്റി കാണിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ 8 സൈൻസ് ആണ് ഒരു ഇമ്മച്വർ പേഴ്സൺ. നമ്മൾ ചിലവരെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട് ആ ആൾ തീരെ മെച്യൂർഡ് അല്ല കേട്ടോ എന്ന് പറയാറുണ്ട്. അത് നമ്മളെങ്ങനെ പറയുന്നത്, അയാളുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് അയാൾ ആ ആളുടെ ജീവിതത്തിൽ എടുക്കുന്നത്, അതൊക്കെ ആസ്പദമാക്കി നമ്മൾ ആ ആള് ഇമ്മച്വർ ആണ്, മെച്യൂർഡ് അല്ല നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ 8 സൈൻസ് എന്ന് നോക്കാം. ആദ്യത്താണ് ബ്ലെയിമിങ് അതേഴ്സ്. ഈ മെച്യൂർഡ് അല്ലാത്ത ഒരാള് വേറൊരാൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പം അയാളെടുത്തുള്ളൊരു തെറ്റായിരിക്കാം, എന്നാലും അതൊരു വേറൊരാളുടെ മേലിൽ ചുമത്താൻ അവർ നോക്കും. അവരുടെ ഇൻസെക്യൂരിറ്റി ആയി മാറുമോ എന്നുള്ളൊരു ഭയമാണത്. അല്ലെങ്കിൽ അവരെ ആരെങ്കിലും കുറ്റം പറയുമോ, അങ്ങനെ ഒരു ഇനി എൻ്റെ അടുത്തുള്ളൊരു തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഇതാകുമോ, എനിക്കൊരു കുറച്ചിലാകുമോ എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ടാണ് അവർ വേറൊരാളെ ബ്ലെയിം ചെയ്യും എപ്പോഴും. പിന്നത്തെ ഒരു കാര്യമാണ് അവർക്ക് എപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഒരു 10 ആൾക്കാർ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ നടുവിൽ അവർക്കൊരു എല്ലാവരുടെ അറ്റൻഷൻ അവർക്ക് കിട്ടണം. അറ്റൻഷൻ സീക്കിങ് പീപ്പിൾ ആയിരിക്കും അവർ ഭയങ്കര, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി ഒക്കെ പറഞ്ഞ് ഭയങ്കര ചാളു കൗണ്ടറൊക്കെ അടിച്ച് എല്ലാവരുടെ അട്രാക്ഷൻ ആവാൻ അവർ ശ്രമിക്കും. എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കണവർക്ക് അവർക്കൊന്ന് മെയിൻ ആവാനൊക്കെ അവരൊന്ന് നോക്കും. പിന്നെ അതൊരു കാര്യമാണ് അവരെപ്പോഴും ഈ ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കും, ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരിക്കും. ഒരാൾ എന്ത് ചെയ്താൽ എപ്പോഴും കുറ്റം പറയുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ കുറ്റം പറയുക, ഞാൻ അടിപൊളിയാണ്, ഐ ആം ഓക്കെ എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും പോരാ, അവരെ എപ്പോഴും ഇങ്ങനെ അവർ ചെയ്യുന്നതിലൊക്കെ ഒരു കുറ്റം കണ്ടെത്താൻ അവർ ശ്രമിക്കും. അതുപോലെ തന്നെ അവർക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യാനും കഴിയില്ല. അവരോട് ആരെങ്കിലും നീ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ എന്താ അത് ചെയ്യരുതായിരുന്നു, ഇത് നീ ചെയ്തത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് തീരെ ഫേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു കുറവിനെയാണ് അവർ എടുത്തു കാണിക്കുന്നത്. അങ്ങനെ വേറൊരാൾ അവരുടെ കുറവിനെ എടുത്തു കാണിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ സമയത്ത് അവർ കൂടുതലായിട്ട് ദേഷ്യപ്പെടാനും അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കാനൊക്കെ അവർ മുതിരും. അപ്പം അവർ ഈ ക്രിറ്റിസിസത്തെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ അതൊരിക്കലും കേൾക്കാൻ അവർക്ക് ഇഷ്ടമല്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സോഷ്യൽ മീഡിയയിലാവും. അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ എല്ലാ സമയവും ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിലെ എല്ലാ സമയവും അവർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാൻ ഭയങ്കര ഇമ്മച്വേർഡായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട വിധത്തിൽ അതിനെ യൂസ്ഫുൾ ആക്കാതെ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് വെറുതെ ഇൻസ്റ്റ വാട്സപ്പ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ചെലവഴിക്കാനായിരിക്കും അവർ കൂടുതലും അവരുടെ സമയങ്ങൾ കണ്ടെത്തുന്നുണ്ടാവുക. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ, ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റൻഷൻ സീക്കിങ് ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷമം വന്നാൽ സ്റ്റാറ്റസ് ഇടേ, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അവരുടെ ഫീലിങ്സും ആൾക്കാരോട് പറയാനും അവരുടെ ഫീലിങ്സ് പറഞ്ഞു നടക്കാനും, അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരാളെ കാണിക്കാൻ ഞാൻ ഇത്ര വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഈ DP മാറ്റുക, സ്റ്റാറ്റസ് ഇടുക, സാഡ് സ്റ്റാറ്റസ് ഇടുക, അങ്ങനത്തെവരെ നമുക്ക് ഇമ്മച്വേർഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാക്കാൻ പറ്റും. കാരണം അവരവരുടെ ഇമോഷൻസിനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിന് അതിനൊരു മെച്വേർഡ് അല്ലാത്തൊരു വേലായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. പിന്നത്തെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഓവർ പാനിക്കായിരിക്കും, ഭയങ്കര ഒരു ഭയോ പേടിയോ ഒക്കെ ആയിരിക്കും അവർക്ക്. ഇപ്പം ബാക്കിയുള്ളൊരു മെച്വേർഡായ ഒരു പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരെന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ പേടി എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷേ ഓവർ ആകുമ്പോഴാണ് അതിനൊരു പ്രശ്നമാകുന്നത്. മെച്വേർഡായ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു, ഇനി അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലോട്ട് കിടക്കും. ഇവരത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പാനിക്കാവും. ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്രയും ഇവർ പാനിക്കായിട്ട് പോകും. അപ്പോൾ ഈ മെച്യൂർഡായ ആൾക്കാർ ഭയങ്കര പാനിക്കായി, അല്ലെങ്കിൽ ഒരാളെ ബ്ലെയിം ചെയ്ത് വളരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഈ മെച്യൂർഡായ ആൾക്കാർ നമുക്കറിയാം വളരെ മെച്യൂർഡായിട്ട് അധികം കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർ മാത്രമല്ല കേട്ടോ മെച്യൂർഡ് നമ്മൾ പറയുക. അങ്ങനെ സീരിയസ് ആകുന്നവർ മാത്രം മെച്യൂർഡ് എന്ന് പറയില്ല. ഭയങ്കര സീരിയസ് ആയ ആൾക്കാർ മേ ബി അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റിയെടുക്കുന്നവരായിരിക്കും, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഈ മെച്യൂർഡായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാർ അധികം ബ്ലെയിം ചെയ്യാത്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈ ഇമ്മച്യൂർഡ് ആൾക്കാർ വളരെ പാനിക്കായി ക്രിറ്റിസൈസ് ചെയ്ത് ബ്ലെയിം ചെയ്ത് ഇങ്ങോട്ട് ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ അത് ഫേസ് ചെയ്യാനുള്ളൊരു
ഒരു ശക്തിയില്ലാത്തവരായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഉള്ള ആളാണോ നിങ്ങളെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. താങ്ക് യു.